does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me what are you dreaming? Everything I wanna know at all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get വന്ദനം ചെയ്യുന്നു നാമത്തിനാദരവാൻ വന്ദനം ചെയ്യുന്നു നിന്നാടിയ തിരുനാമത്തിനാദരവാൻ ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാതിനാ ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാതിനാ തന്നാനി ഉന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു തന്നാനി ഉന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു നിന്നു തീരമദീന പ്രതിഷ്ഠിച്ച ജീവമുതുവഴിയാ നിന്നു തീരമദീന പ്രതിഷ്ഠിച്ച ജീവമുതുവഴിയാ നിന്നാടിയാർപ്പൂപിത സന്നിധം വന്നിടാമേ സദനം നിന്നാടിയാർപ്പൂപിത സന്നിധം വന്നിടാമേ സദനം നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകയാളുള്ളൂ ജീവനാഥ നീയൊഴികെ ഞങ്ങൾക്ക് സുരലോകയാളുള്ളൂ ജീവനാഥ നീയൊഴികെ ജീവിതത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരമേ നീയൊഴികെ ജീവിതത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരമേ 121 സങ്കീർത്തനം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളെ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി അഭാവങ്ങളിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ അടയ്ക്കാൻ ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളിലേക്ക് നമുക്ക് വിവാദശത്തിലൂടെ പ്രവേശിക്കുന്ന ഇവരെ ഹേമകീർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യാത്രയിലൂടെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കുക, ആപത്ത് അനർത്ഥങ്ങൾ പിടിപ്പിക്കുക, ലക്ഷ്യസ്ഥാന സമയത്ത് എത്തിച്ചേർന്ന് ആ ശുശ്രൂഷ ദൈവകൃപയോടെ നടത്തുവാനായിട്ടുള്ള കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യത്തോടെ കൂടി ഇരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വം മഹത്വം മഹത്വം. ക്രിസ്തുയേശു അവകൂടാതെ നിങ്ങൾ സ്നേഹിക്കുന്നവരായ ഞങ്ങൾ സ്വർഗീയ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ കാലങ്ങളെല്ലാം കർത്താവ് ഈ ഭവനത്തോടും കർത്താവ് ഇന്ന് വിവാഹ നിശ്ചയത്തിൽ പ്രവേശിക്കുന്നവരെയും അവരോടും കർത്താവ് കാണിച്ച വലിയ കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിതാവേ, കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ മകനെ കർത്താവ് അനുഗ്രഹിച്ചു, ഒരു വിദ്യാഭ്യാസം നേടി ജോലി നേടി കർത്താവ് അനുഗ്രഹീതമായിട്ട് കർത്താവ് ജീവിപ്പാനും കർത്താവിന്റെ മകന് തക്കതായ തുണയെ കണ്ടെത്തുവാനൊക്കെ കർത്താവ് ഇടയാക്കുകയോ കർത്താവ് ഇതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളിലും
കർത്താവ് കൂടിയിരുന്നതിനായി അങ്ങനെ നന്ദിയോടുകൂടെ അങ്ങനെ സ്തുതിക്കുന്നു പിതാവേ. മനുഷ്യൻ ഏകനായി നന്നല്ല എന്ന് കണ്ട് അവനെ കുടുംബമായി വസിക്കുമാറാകുന്ന കർത്താവേ, സ്വർഗത്തിലെ സകല കുടുംബങ്ങൾക്കും ഭൂമിയിലെ സകല കുടുംബങ്ങളും പേരുവരാൻ കാരണഭൂതനായ ഞങ്ങളെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് കർത്താവേ, പ്രിയ മകനുമായി പ്രത്യേകിച്ച് അവന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഹേമേന്ദ്ര പെൺകുട്ടിയെ കർത്താവ് എടുത്തു വരുന്നു പിതാവ്. ഇന്നത്തെ വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അടികൾ കടന്നു പോകുന്നു പിതാവേ. യാത്രയിൽ കർത്താവിന്റെ കൃപയ്ക്കും സാന്നിധ്യം അടികൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നന്മ ജീവൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവെ. നീ തന്നെയാണ് ഞങ്ങൾക്ക് സകല നന്മയും നൽകി അനുഗ്രഹിക്കുന്നത്. എല്ലാ നന്മയും തികഞ്ഞു വരവൊക്കെയും കർത്താവ് ഉയരത്തിൽ സ്വർഗീയതാൻ അടുക്കൽ ഇറങ്ങി വരുമെന്ന് തിരുവചനങ്ങളെ പഠിപ്പിക്കുന്നത് കർത്താവെ. എന്റെ മകന് വേണ്ടി ഒരു മകളെ കർത്താവ് ഒരുക്കിയതിനായി കർത്താവിന്റെ നന്ദിയോടുകൂടെ അങ്ങ് സ്തുതിക്കുന്നു പിതാവെ. കർത്താവെ, നീയാണല്ലോ എല്ലാ നന്മകളും ഞങ്ങൾക്ക് ഒരുക്കുന്ന കർത്താവെ. പ്രിയ മകന്റെ ജീവിതത്തിൽ കർത്താവെ, വിവാഹം എന്ന വലിയ അനുഗ്രഹത്തിന് വേണ്ടി തന്നെ ഒരുങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് അടികൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ. വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഈ യാത്രയിലുടനീളം കർത്താവ് അങ്ങയുടെ സ്വർഗീയ ദൂതനെ അയച്ച് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാഹനങ്ങൾ തിരക്കുന്നേറിയ വൈദ്യുതികൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ വാഹനങ്ങളൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഹനങ്ങൾ ഓടിക്കുന്നവരെ എല്ലാ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിരത്തുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവെ. സുരക്ഷിതരായിട്ട് യാത്ര ചെയ്ത് കർത്താവ് എന്ന ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവിടെ കടന്നു വരുന്ന അതേ കർത്താവ് വിവാഹ ദൃശ്യത്തിൽ കടന്നു വരുന്ന ഹേമയുടെ മാതാപിതാക്കളും ബന്ധുക്കളെയും ഹേമയെ എല്ലാ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരും കർത്താവെ സുരക്ഷിതരായിട്ട് എത്തിച്ചേരുവാനും പിതാവെ ആ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവിന്റെ കൃപ അനുഭവിപ്പാനും കർത്താവ് ഇരു കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദിൽ കടന്നു വന്ന് സന്തോഷത്തിലൂടെ വിവാഹ നിശ്ചയ ശുശ്രൂഷ നിർവഹിക്കാനും കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവനെ ഹേമ കർത്താവിന്റെ കരങ്ങൾ കേൾപ്പിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളുടെ കർത്താവ് അങ്ങനെ അവരുടെ ജീവിതകാലത്ത് കാണിച്ച കൃപയ്ക്കും അനുഗ്രഹങ്ങളും എല്ലാമായി നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു പിതാവെ. അവർ വിവാഹ നിശ്ചയത്തിൽ വരുമ്പോൾ കർത്താവ് അവരെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. പിതാവിന്റെ കാര്യങ്ങളിൽ രണ്ടുപേരെ ഏൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായ നന്മകളെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവർ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവെ ഈ നിശ്ചയ ശുശ്രൂഷയിൽ കർത്താവ് അവര് സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ പിതാവെ അത് തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ മടങ്ങിപ്പോരുവാനും സ്വർഗത്തിലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. മടങ്ങിയ യാത്രയിലൊക്കെ ഞങ്ങൾ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടങ്ങി സുരക്ഷിതരായ ഞങ്ങൾ എല്ലാവരും കർത്താവെ മടങ്ങിയെത്തുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ ദൈവകരങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനങ്ങൾ കുറവുകളൊന്നും എല്ലാം കർത്താവ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹേമയെയും ഇവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം കർത്താവെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ അനവധി നന്മകൾ അനുഭവിക്കാൻ തക്കവണ്ണം അവരുടെ കൂടെ അങ്ങയുടെ ദൈവമായ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ പുറത്ത് പ്രാർത്ഥിക്കും പിതാവെ. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകനും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കടന്നു വന്ന അനുഗ്രഹത്തോടെ കൃപയോട് ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് ആ ശുശ്രൂഷയെ നയിക്കുവാൻ മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശത്തിൽ കടന്നവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഭവനത്തിൽ കടന്നു വന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്കിരിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങൾ അടികൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി ആക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയും യാത്രയും ഒക്കെ കർത്താവെ അവിടുത്തെ കരങ്ങൾ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇന്ന് ശുശ്രൂഷയിൽ അങ്ങയുടെ അളവിന്റെ സാന്നിധ്യം അനുഭവിച്ച് കർത്താവെ എല്ലാം നിർവഹിച്ച് മടങ്ങിപ്പോരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സബീനെ കർത്താവിന്റെ കരങ്ങൾ കേൾപ്പിക്കുകയാണ്. മകനെ കർത്താവ് അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ എല്ലാ നമ്മൾക്ക് നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. ഇതിനെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേടുന്നതായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ പ്രാർത്ഥന നാമത്തിൽ ചേർന്നില്ല. യേശു ക്രിസ്തുവിന്റെ പിതാവ് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. കാലാവസ്ഥ നിങ്ങളുടെ ആവശ്യമായി
കുടുംബത്തിൽ നിന്നെത്തിയിട്ടുള്ള വരനും മാതാപിതാക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, ഇന്നത്തെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവരായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. മിസ്റ്റർ ജോസഫ് ആൻഡ് മിസ്സസ് കുഞ്ഞമ്മ ജോസഫ്, ഇവരുടെ മകൻ അബിൻ ജോസഫും ദേവപ്രസാദ് മിനിപ്രസാദ് ഇവരുടെ മകൾ ഹേമപ്രസാദും തമ്മിലുള്ള വിവാഹ ശുശ്രൂഷയിലേക്കാണ് നാം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇവിടെ നടക്കുന്നത് എൻഗേജ്മെന്റ് ആണ്. അതായത് 15 ആഗസ്റ്റ്, 19 തീയതിയാണ് വിവാഹം. വിവാഹം നടക്കുന്നത് സെന്റ് പോൾ CSI ചർച്ച് ഈരാറ്റുപാടം, ഇവിടെ വെച്ചാണ് വിവാഹം നടക്കുന്നത്. തുടർന്ന് എല്ലാ കാര്യങ്ങളും യഥാസമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ തുടർന്നുള്ള ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി വൈദികർക്ക് ആവശ്യം. എൻ്റെ മകൻ എബിൻ ജോസഫ് ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഹേമയുമായി പരിചയപ്പെട്ടു. അപ്പോൾ ഹേമ CSI ഇടവപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ടാണ് താല്പര്യം തോന്നി. വീട്ടിൽ നമ്മളോട് പറയുകയും അവിടെ ഫോട്ടോ അയച്ചുകയും ഒക്കെ ചെയ്തു. ദൂരം ഒരു പ്രശ്നമാണ് ഞങ്ങൾ പറഞ്ഞെങ്കിൽ അവൻ പറഞ്ഞ് എനിക്ക് ആ പെൺകുട്ടിയാണ് മതി, CSI പെട്ട കുറച്ചാണ്. അപ്പോൾ പിന്നെ അവർക്കും അവിടെ ജോലി, എനിക്കും അവിടെ ജോലി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അവിടെ താമസം കുടുംബമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള അവൻ്റെ അഭിപ്രായത്തിന് ഞങ്ങൾ മുൻഗണന കൊടുക്കുകയും അങ്ങനെ ഹേമയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന പെൺകുട്ടിയെ കണ്ടു, പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ കണ്ടു. പിന്നെ ഇവിടുന്ന് കുറച്ച് പേർ അവിടെയും വന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവർക്ക് ഈ മാസം 30 തന്നെ തിരിച്ചു പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു കല്യാണത്തിന്. അപ്പം അങ്ങനെയാണ് 19 എൻ്റെ കല്യാണം തീരുമാനിച്ചത്. അപ്പോൾ അതിന് പ്രകാരം കല്യാണ നിശ്ചയത്തിന് വേണ്ടി ആണ് ഞങ്ങളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. 19 ഞങ്ങളുടെ ഇടവകയായ ഇടയാറ്റുപാടം സെന്റ് പോൾ CSI ചർച്ചിൽ വെച്ച് ഇവിടെ വിവാഹം നടക്കുന്നതാണ്. ഇത്രയും കാര്യമേ എനിക്ക് പറയാം. വരനെയും വധുവിനെയും കാണുന്ന അവസരമാണ്. രണ്ടുപേരെയും വിനയത്തോടുകൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹിതരുടെയും ചാർച്ചക്കാരുടെയും മുൻപാകെ എബിൻ ജോസഫും ഹേമപ്രസാദും തമ്മിൽ വിവാഹിതരാകുവാനും ഒരു പുതിയ കുടുംബം കെട്ടിപ്പടുക്കുവാനും സമ്മതിച്ചിരിക്കുന്നു. ഈ തീരുമാനം ദൈവം അംഗീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ ഇരുവരും ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവാശ്രയവും ജീവിത വിശുദ്ധിയും വിശ്വസ്തതയും നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കുമെന്ന് അറിഞ്ഞ് ജീവിതത്തിൽ നല്ല ഗുണവിശേഷങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ദേശകൂലി കൈമാറുകയാണ്. ഇരു കുടുംബങ്ങളെയും പിതാക്കന്മാർക്ക് മുമ്പോട്ട് കിടന്നു. സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ മക്കളായ ഈ പ്രിയപ്പെട്ടവരെ നിന്റെ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. അവർ തങ്ങളുടെ വിവാഹത്തിന് ഒരുങ്ങുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ കൃപയുള്ള നടത്തിപ്പ് അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇവർ ഇരുവരും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടും അന്യോന്യ സ്നേഹത്തോടും കൂടി വിവാഹമെന്ന ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ ഇവരെ ഒരുക്കണം. തങ്ങളുടെ വിവാഹ ദിവസത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന പ്രതിജ്ഞകളും
ജീവപര്യന്തം കാത്തു സൂക്ഷിക്കുവാൻ സഹായിക്കണമേ. ഈ വിവാഹം മൂലം ബന്ധപ്പെടുന്ന ഇരു കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ബന്ധുക്കളും സ്നേഹിതരുമായി ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും മേൽ നിന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്നും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ സമയം വിവാഹം എന്ന് നടക്കും, തീയതി, സമയം ഇവയെക്കുറിച്ചുള്ള വിശദമായ വിവരം വരന്റെ പട്ടക്കാരൻ അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബിൻ ജോസഫും ഹേമ പ്രസാദും വിവാഹം നാം നിശ്ചയിച്ചു. CSI മധ്യ കേരള ഇടവകയിൽ ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ CSI സെന്റ് പോൾസ് സഭയിൽ വെച്ച്, പള്ളിയിൽ വെച്ച്, ഇടയാറ്റോട പള്ളിയിൽ വെച്ച് വിവാഹം നടക്കുകയാണ്. 19/8/2024 തിങ്കളാഴ്ചയാണ് വിവാഹം നടക്കുന്നത്. വിവാഹത്തിൻ്റെ സമയം 11 മണിയാണ്. രാവിലെ 11 മണിക്ക് വിവാഹം നടക്കും. എനിക്ക് കുറിപ്പം പറയാം. 19/8/2024 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഇടയാറ്റുപാടം സെന്റ് പോൾ CSI ഇടവിൽ വെച്ച് എബിൻ ജോസഫിൻ്റെയും ഹേമപ്രസാദ് വിവാഹം നടക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠരെയും ഇരു ഭാഗത്തുള്ള ബന്ധുമിത്രാദികളെയും സ്നേഹിതരെയും ചാർച്ചക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വിവാഹത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ കാണപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഈ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയിൽ അവിടുന്ന് സന്നിഹിതനായി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ വാഴ്ത്തുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന്റെ ശ്രദ്ധയിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന എബിൻ ജോസഫിന് വേണ്ടി, ഹേമ പ്രസാദിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നയിക്കേണ്ടതിന് ഈ സഭയുടെ ശുശ്രൂഷനായ ജെയ്സൺസിനെ സഹായിച്ചു ഞങ്ങളോടൊപ്പം കൂട്ടുവേലക്കാരായി നിൽക്കുന്ന എല്ലാ അച്ഛന്മാരെയും ദൈവത്തെ സമർപ്പിക്കുന്നു. വിവിൻ എബ്രഹാംസിന് വേണ്ടി, ലാലിയച്ചിന് വേണ്ടി, ബേബിയച്ചിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. അടിയിൽ ഒരുമിച്ച് ചേർന്ന് ചെയ്തിരിക്കുന്ന ഈ ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം സ്വീകരിച്ച് ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണം. ഇവരുടെ സംഗീതത്താൽ നിറച്ചും അവരുടെ ഹൃദയങ്ങൾ കാണുന്ന നൽകത്തക്കോണം ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘത്തെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു. അവർ ചെയ്തിരിക്കുന്ന ശുശ്രൂഷയും ഞങ്ങളുടെ ജീവിതങ്ങളെ സന്തോഷമുള്ള ദിവസങ്ങളാക്കി അനുഗ്രഹങ്ങളാക്കി അവർ മാറ്റുന്നുണ്ട്. സ്തോത്രം. ദീർഘദൂര യാത്ര ചെയ്ത് പ്രിയ മക്കൾ വരുന്നതിന് കൃപ ചെയ്തു. ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ സ്ഥലത്തായിരിക്കും. ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും വിവാഹ നിശ്ചയത്തിന്റെ ദിവസം നൽകിയപ്പോൾ വിവാഹ ദിനത്തിലും 19-ാം തീയതി നൽകി അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയും സകലത്തെയും അവിടെ ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. ഖാനാവിലെ കല്യാണ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ട് എഴുന്നള്ളുകയും തന്റെ ശിഷ്യന്മാരോടൊപ്പം അവിടെ സന്നിഹിതനായി അവരുടെ ജീവിതത്തിൽ ആ ഭാവങ്ങൾ മാറ്റി അനുഗ്രഹിക്കുകയും ദൈവമഹത്വത്തിന് വേണ്ടി കുടുംബത്തെ വേർതിരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്ത കർത്താവേ, ഈ പ്രിയമക്കളുടെ ജീവിതത്തിലും ഈ സന്നിഹിതനായി അവരെ അനുഗ്രഹിക്കുകയും എല്ലാ കുറവുകളും നീക്കി എല്ലാ ഭാവങ്ങൾ മാറ്റി കർത്താവ് ഞങ്ങൾ ഇടയിലാണ് എന്റെ പ്രിയമക്കൾ ദൈവസന്നിധിയിൽ പ്രതിജ്ഞയോടുകൂടെ പ്രതിഷ്ഠയോടുകൂടെ വിവാഹത്തിന്റെ സന്തോഷത്തിലേക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പ്രഖ്യാപിക്കത്തക്കമാണ് കർത്താവ് സഹായിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് തലമുറകളായി ഞങ്ങൾ വഴി നടത്തുന്ന കർത്താവ് ഈ പുതിയ തലമുറയിൽപ്പെട്ട ഈ പ്രിയമക്കൾ ക്രിസ്ത്യ വിവാഹത്തിന്റെ തീരുമാനങ്ങളെടുത്ത സമയം മുതൽ അവരുടെ ഹൃദയങ്ങളെ ഉദ്ദീപിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഈ തീരുമാനങ്ങളിലേക്കും ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളുടെ മനസ്സോടുകൂടെ പ്രിയമക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ്, കുഞ്ഞുമോൾ, സൗകര്യക്ക് വേണ്ടി പ്രസാദ്, ബനി പ്രസാദ് ദമ്പതികൾക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കുടുംബാംഗങ്ങളെയും അവിടെ അനുഗ്രഹിക്കുന്നത്. ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിലുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതായിട്ട് ആണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എങ്കിലും ദൈവം മുന്നമേ ഹൃദയത്തിൽ തീരുമാനിച്ചു തന്റെ ഹൃദയത്തിൽ ഇഷ്ടം ഈ ഭൂമിയിൽ നിവർത്തിക്കുന്നുണ്ട്. നിന്റെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിവർത്തിക്കുന്നുണ്ട്. ദൈവത്തെ വാഴ്ത്തുന്നു. അമ്മയ്ക്ക് വേണ്ടിയും എമ്മയ്ക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ കർത്താവ് ധന്യമാക്കി അനുഗ്രഹിക്കും. അവരുടെ വിശ്വാസീയതവും കുടുംബ ജീവിതവും തലമുറകളിലേക്ക് കണ്ടു ഞങ്ങളുടെ തലമുറകളിൽ ആനന്ദിക്കത്തക്കൊണ്ട് ഈ ദൈവം ഇന്ന് എന്നേക്കും ഞങ്ങളുടെ ജീവിതം എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കേണ്ടത് ഞങ്ങളെ സഹായിപ്പിച്ച സകല കുടുംബത്തെയും അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ അടിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗ്ഗസ്ഥനായ ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളോടുകൂടെ നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പല ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലെടുത്താതെ ദുഷ്ടങ്ങൾ വിട്ടുവീക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായിട്ടുള്ളതിലാകുന്നു. ആമേൻ. ആശീർവാദം സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാനം ദൈവത്തെയും അനുഭവത്തിലും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും
നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും വിവാഹം നിശ്ചയിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എബിയുടെ മേലും എമ്മയുടെ മേലും കൂടെ ഇരിക്കുന്നു. വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഒപ്പം നിന്ന വന്യ വൈദികരോടും പങ്കുചേർന്ന എല്ലാവരോടും നന്ദി ഈ സമയത്ത് കുടുംബത്തിന്റെ മേൽ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിന് പങ്കുകൊണ്ടതിന് ശേഷം പോകുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ബൊഫെ മുകളിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ഇരിക്കുവാൻ സൗകര്യമില്ലായിട്ട് നിങ്ങൾക്ക് മുകളിലേക്ക് പോയാൽ അതിനുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഓർക്കണമെന്ന് അറിയിക്കുന്നു. മറ്റൊരു കാര്യം, ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളവർ അത് അറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുവാനുള്ളതുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിനുള്ള സമയമാണ്. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നല്ല വിഭവത്തിനായി ഞങ്ങളിലേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനെ ഭക്ഷിച്ച് പാനം ചെയ്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. ഒരിക്കൽ കരങ്ങളെയും മുഖാന്തരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. मशहूर करना कभी तू मुझे नजरों से दूर। किथे चलिए तू, किथे चलिए तू, किथे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। चम 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 अंबरा दे तारे कहंदे ने सजना, तू ही चन मेरे इस दिल दा मन लवे सजना। तेरे बिना मेरा होवे ना गुजारा, छड़ के ना जावी मैनू तू ही है सहारा। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे संगे आ रे। के राता लंबे आ रे, कटे तेरे संगे आ रे। मशहूर करना कभी तू मैनू नजरों से दूर। पीछे चलिए तेरे पीछे चलिए, तेरे पीछे चलिए। जानदा है दिल ये तो जान दिया तू, तेरे बिना मैं न रहूं मेरे बिना तू। किथे चलिए तू, किथे चलिए तू, किथे चलिए। काटू कैसे राता हो सावरे, जिया नहीं जाता सुन बाबरे। के राता लंबे आ रे, कटे तेरे पूरी पालक पूरी मन तेरी करनी पाया मूर्ति मगरम पदम
குறுகி போனதடி என் உள்ளம் யானியே குறுகி குறுகி போனதடி என் எண்ணம் யானியே நீன்றி மூடுமே ஏவானோ நீதானே என் காதலே என்னாலும் உருகி உருகி போனதடி என் உள்ளம் யானியே குறுகி குறுகி போனதடி என் எண்ணம் யானியே யாரோ மூரலோ தேனோ பேசும் நேரமோ பாலோ பாதமோ ஆடை காலின் அணிகளோ கரைகளில் கரையும் வெண்ணுரை கதைத்திடும் மொழிகளா விழிகளின் வளை बुलावे तुझे यारे अज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया बुलावे तुझे यारे अज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया ना आए कभी दोनों में जरा भी फासले बस एक तू हो एक मैं हूँ और कोई ना है मेरा सब कुछ तेरा तू समझ ले तू चाहे मेरे हक की जमीन रख ले तू सांसों पे भी नाम तेरा लिख दे मैं जीऊं जब जब तेरा दिल धड़के